ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൊപ്പിയുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റ് ആണ്. സംഭവം എന്തായാലും കേസായിട്ടുണ്ട്. ഒന്നല്ല, പല ആളുകൾ കേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഹനാൻഷ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്. ശ്രീജിത്ത് പെരുമന ഡയറക്റ്റ് DGPക്ക് കേസ് കൊടുത്തിട്ടുണ്ട്. ഹനാൻഷ പോലീസിന് കൊടുത്തു. അതുപോലെ തന്നെ നേരിട്ട് കണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്തു. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് തൊപ്പിക്കെതിരെ കേസുകൾ വരുന്നുണ്ട്. ഇവന്റെ സ്ട്രീമിങ്ങിന് തൊപ്പിക്കെതിരെ മാത്രമല്ല, ഈ ഗ്രൂപ്പിന് ഓൾ ഗ്രൂപ്പിനെതിരെ പലതരത്തിലുള്ള അലിഗേഷൻസ് പറഞ്ഞ് കേസുകൾ വരുന്നുണ്ട്. യൂട്യൂബർ തൊപ്പിക്കെതിരായ പരാതിയിൽ അന്വേഷണം തുടങ്ങിയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നേരത്തെ അശ്ലീല പ്രദർശനവും സ്ത്രീവിരുദ്ധതയും നടത്തുന്നുവെന്ന പരാതിയിൽ തൊപ്പി എന്ന നിഹാദിനെതിരെ DGP അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ഓപ്പറേഷൻ തുഫാൻ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും യോജിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് കേരളം ഒറ്റക്കെട്ടായി ഈ മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. ഓപ്പറേഷൻ തൂഫാൻ നല്ല രീതിയിൽ അതിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. കുടുങ്ങും. ഇതിനകത്ത് നിനക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള കൈ ഉണ്ടെങ്കിൽ മയക്കുമരുന്നിന്റെ പേര് നീയൊക്കെ കുടുങ്ങും. ഈ ഗ്രൂപ്പിൽപ്പെട്ട എല്ലാ എണ്ണവും കുടുങ്ങും. അതിനകത്ത് യാതൊരു സംശയമില്ല. ഇപ്പൊ നീയൊക്കെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന എല്ലാ കൊള്ളരുതാഴ്മകളും പുറത്തു വരും. ഇവരിപ്പോ കുറച്ച് കാര്യങ്ങൾ എന്റെ വ്ലോഗിനകത്ത് വന്നിട്ട് പറഞ്ഞ് ആളുകളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. ഒരു കാര്യം പോലും ഒരു മനുഷ്യനും വിശ്വസിക്കരുത്. കിങ് ലെയർ ആണ് ഇവൻ. കിങ് ലെയർ കള്ളങ്ങളുടെ പുറത്ത് കെട്ടിപ്പൊക്കിയതാണ് ഇവന്റെ ഈ ഒരു യൂട്യൂബ് സാമ്രാജ്യം. കള്ളങ്ങളുടെ പുറത്ത്, ഫേക്ക് സ്ക്രിപ്റ്റിന്റെ പുറത്ത്. ഇത് നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നാളെ സത്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ നിങ്ങൾക്കൊക്കെ തോന്നും, അവന്റെ ഈ അപരാധം ഞാനും വിശ്വസിച്ചല്ലോ. അത് അങ്ങനെ ഒരു റിഗ്രറ്റ് ഇപ്പൊ തോന്നാതിരിക്കണമെങ്കിൽ സീരിയസ്ലി ഇവന്മാർ പറയുന്ന ഒന്നിനെയും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. ഇവന്മാരുടെ ലൈവ് കാരണം ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി ചാവുക എന്താണെങ്കിലും ചെയ്യും. നമുക്കത് അറിയേണ്ട ആവശ്യമില്ല. അവന്മാർ എന്തരലേക്ക് ആവട്ടെ. പക്ഷെ ഇതിന്റെ ഇടയ്ക്കോട്ട് ഒരു കാര്യമില്ലാതെ പിടിച്ചിട്ട് ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഹനാൻഷ. പുള്ളി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇതിനെതിരെ പുള്ളി ആക്ഷൻ എടുത്തത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് അതിനകത്ത് ചെറിയൊരു പോർഷൻ ഞാൻ വെക്കാം. ഇന്നേ വരെ സോഷ്യൽ മീഡിയയിൽ യാതൊരു കോൺട്രവേഴ്സിയിലും ഇടപെടാത്തൊരു വ്യക്തിയാണ് ഞാൻ പേഴ്സണലി. അതായത് ഇന്നെ ഒരുപാട് ആൾക്കാർ കുത്തി നോക്കിക്കലുണ്ടെങ്കിലും വ്യക്തിഹത്യ ചെയ്യലുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മളെ പേഴ്സണലി പല രീതിയിൽ ഉപദ്രവിക്കലുണ്ടെങ്കിലും ഇതൊന്നും ഞാൻ കാര്യമായിട്ട് എടുക്കില്ല. കാരണം ഇങ്ങനത്തെ ഒരു സംഭവം ശരിയാണ്. പല രീതിയിലും പല കോൺട്രവേഴ്സീസും ഇതിന്റെ പേര് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒന്നിനകത്തും അങ്ങോട്ട് പോയിട്ട് ഇടപെടുന്നതായിട്ട് അത് വെച്ചിട്ട് ഒരു കണ്ടന്റ് പൊലിപ്പിച്ചുണ്ടാക്കിക്കൊണ്ട് വരുന്നതായിട്ട് കണ്ടിട്ടില്ല. ഇങ്ങനത്തെ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ ക്രിറ്റിസിംസ് ഉണ്ടാവും, വ്യക്തിഹത്യകൾ ഉണ്ടാവും, പരിപാടികൾ ഉണ്ടാവും, എല്ലാം നമുക്ക് അറിയണതാണ്. ഈ അടുത്ത് വരെ ഞാൻ ഒരുപാട് നേരിട്ടുള്ളതാണ്. ഒരു 4 ദിവസം എൻ്റെ കൂട്ടുകാരൊക്കെ വളരെ സങ്കടത്തിലായിരുന്നു. കാരണം ഇന്ന വ്യക്തിഹത്യ ചെയ്ത പോലെ ഒരാളും ചെയ്യാത്തൊരു സമയം ഇപ്പോൾ ഒരു 3-4 ആഴ്ച മുന്നേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പം ഈ സമയത്ത് വരെ ഞാൻ ഇതിനെക്കുറിച്ച് ബോധേഡാവുക, ഏറ്റവും ടോപ്പ് മെച്യൂരിറ്റി ലെവലിൽ കീപ്പ് ചെയ്തിട്ട് ഇത് എങ്ങനെ നേരിടാന്നുള്ളത് ഞാൻ എന്നെ മെൻ്റലി സ്വയം സ്ട്രോങ് ആക്കിയിട്ട് ഞാൻ വിചാരിച്ചു ഞാൻ ഇങ്ങനെ ഒരു ഫീൽഡിലാണ്, ഇത്രയും ആൾക്കാർ മുന്നിൽ നിൽക്കുന്ന ആളാണ്, എനിക്ക് ചിലപ്പം പരിഹാസങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. അതൊക്കെ ഇതിൻ്റെ പാർട്ടാണ്. ലൈക്ക് വിജയങ്ങളുണ്ടാവും, പരാജയങ്ങളുണ്ടാവും, അതെങ്ങനെ നമ്മൾ ഫേസ് ചെയ്യണമെന്നുള്ളതിലാണ് കാര്യം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ 3 ദിവസം ആൾക്കാർ എന്നെ നോവിച്ചപ്പോഴും ഞാൻ കുട്ടികളോട് എല്ലാവരോടും പറഞ്ഞു, ആരും പേഴ്സണലി ആരോടും ഒന്നും പറയരുത്, ആരെയും അവരെ നമ്മളോട് എന്ത് ചെയ്യണു അതുപോലെ തെറി വിളിക്കാനോ അല്ലെങ്കിൽ അവരതാക്കാനോ പോകരുത്. കാരണം നമ്മളവരിൽ നിന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ സംഭവം കീപ്പ് ചെയ്യണം, ഈ ഒരു ഡീസൻസി കീപ്പ് ചെയ്യണം എന്നുള്ള എല്ലാവരോടും പറഞ്ഞത്. ഞാനത് അതിൻ്റെ അറ്റ്മോസ്റ്റ് ലെവലിൽ കീപ്പ് ചെയ്തു. കാരണം ഒരാൾക്കെതിരെ പോലും ഒരു കംപ്ലൈൻറ്റുകളും ഇല്ലാതെ ഇത്രയും എന്നെ കുത്തി നോവിച്ച ആൾക്കാർക്കെതിരെ എനിക്ക് പല കേസുകളിലും ഇത് അതിക്രമിച്ച് പോയിട്ട് എനിക്ക് ഡിഫമേഷൻ കൊടുക്കാം. അതായത് ഒരാവശ്യമില്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കൊത്തി കയറുമ്പോൾ ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെന്ത് സംഖ്യ പറയണോ അത് ആ കേസ് വിജയിച്ച് കഴിഞ്ഞാൽ നമുക്കത് തരേണ്ടി വരും. അപ്പം ഡിഫമേഷൻ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാൾക്കെതിരെ ഒരു 1 CR ഡിഫമേഷൻ കേസ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ 10% കെട്ടിവെക്കണം. എന്നാലേ നമ്മൾ പറയുന്ന സംഖ്യ നമുക്ക് കിട്ടത്തുള്ളൂ. 1 CR ചോദിക്കുകയാണെങ്കിൽ 10 ലക്ഷം രൂപ കെട്ടിവെക്കണം. എന്നിട്ട് അതിൻ്റെ പലിശയും നമ്മൾ എല്ലാ അടക്കം നമ്മൾ പറയുന്ന സംഖ്യ നമുക്ക് കിട്ടും. ആൻഡ് ഹനാൻഷാന്റെ ഈ ഒരു വീഡിയോ വെൽ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു സംസാരം. ഇപ്പൊ റീസെന്റ് ആയിട്ട് തന്നെ ഈ കാട്ടാള മൂവിക്കകത്ത് ഹനാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഡയലോഗ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ട്രോള് കുറെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചില നല്ല ട്രോളുകളുണ്ട്, അതൊക്കെ ആസ്വദിക്കാം, ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ ചിലതൊക്കെ അതിരി കടന്ന് പോയിട്ടുണ്ടായിരുന്നു, ഇല്ലെന്ന് പറയുന്നില്ല. അതിനെപ്പറ്റിയാണ് പുള്ളി പറഞ്ഞത് റീസെന്റ് ആയിട്ട് 2-3 ആഴ്ച മുമ്പുള്ള കാര്യം പറഞ്ഞത്. പക്ഷെ ഇവിടെ ഈ ഒരു സബ്ജക്ട് വന്ന സമയത്ത് ഇവന്മാര് പുള്ളിയുടെ ഫാമിലിയാണ് തൊട്ട് കളിച്ചിരിക്കുന്നത്, ഫാമിലിയാണ്. അപ്പൊ ഹനാനെ അല്ല അത് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നോക്കിയിരിക്കാൻ പറ്റില്ല. അതിന് പ്രോപ്പറായിട്ടുള്ള നടപടി എടുക്കണം. ആ രീതിയിൽ അത് എന്താണോ കറക്റ്റ്, ഏത് വെയിലാണോ പോകേണ്ടത് ആ രീതിയിൽ തന്നെ അവർ പോയിട്ടുണ്ട്. നിയമപരമായിട്ട് തന്നെ അവർ മുന്നോട്ട് നീങ്ങി. പക്ഷെ നമ്മുടെ നിയമത്തിന്റെ അറിയാമല്ലോ, ഗതികേട് അറിയാമല്ലോ, അങ്ങനെ തന്നെ പറയണം. ഗതികേട് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ ഇതിന്റെ പുറകെ നടന്ന് നമ്മുടെ സമയവും നമ്മുടെ പൈസയും നഷ്ടപ്പെടാം എന്നുള്ളതല്ലാതെ അതിനൊരു പ്രോപ്പർ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ, നമ്മൾ അപമാനപ്പെട്ടതുപോലെ ഒരു റിസൾട്ട് കിട്ടാൻ പോകുന്നില്ല. അതാണ് നമ്മുടെ ഇവിടുത്തെ നിയമം. ഒരു പെണ്ണിനെ വന്ന് പച്ചയ്ക്ക് ഇമാതിരി ലൈവ് സ്ട്രീമിനകത്തൂടെ അത് ആരെയാണെങ്കിലും
അത് സീരിയസ്ലി അത്രയും വൃത്തികെട്ട രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവനെയൊക്കെ പറയുന്നില്ല, ഞാൻ യൂട്യൂബായി പോയി അതുകൊണ്ട് ഇതൊന്നും പറയുന്നില്ല. സോ അതുകൊണ്ട് മാക്സിമം ഏതറ്റം വരെ ഇവനെയൊക്കെ ശിക്ഷ മേടിച്ച് കൊടുക്കാവോ ആ അറ്റം വരെ പോകണം. അത് ഹനാന് വേണ്ടി കൂടെ മാത്രം ആകരുത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവന്മാർ ഇനി ഇവിടെ ഉണ്ടാവരുത്. ഈ രീതിയിൽ ഒരു സ്ത്രീയെ, നമ്മുടെ വീട്ടിലിരിക്കുന്ന അമ്മയോ പെങ്ങന്മാരെയോ പോലും ഈ രീതിയിൽ വന്നിരുന്ന് പറയരുത്. എന്തുണ്ടായി, നമ്മളെ തന്നെ സുഹൃത്തിൻ്റെ ഈ വീഡിയോയിൽ ഹനാൻഷൻ്റെ പ്രശ്നമുണ്ട് പറഞ്ഞിട്ട് നമ്മളെ തന്നെ സുഹൃത്തിൻ്റെ ഭാര്യയെ വളരെ വൾഗറായിട്ടുള്ള രീതിയിൽ, അത് കേട്ടാൽ ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് നിങ്ങളത് എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് പോലും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രയും മോശമായിട്ടുള്ള രീതിയിൽ ഒരു പെൺകുട്ടിയാണത് കേൾക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഉമ്മ, അല്ലെങ്കിൽ ആരായാലും ഇങ്ങനെ, ഇനിയിപ്പോൾ ഒരു ആൺകുട്ടി ആക്കോട്ടെ, ആര് കേട്ടാലും അല്ലെങ്കിൽ ഒരു ഉപ്പയാണിത് കേൾക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്രത്തോളം മോശമായ രീതിയിലാണ് ഇവരിത് ചിത്രീകരിച്ചതെന്നുള്ളത് ഞങ്ങളിത് കണ്ടിട്ട് സ്റ്റക്കായി നിന്നു. അതായത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളിത് കണ്ടിട്ട് ഇങ്ങനെ നിന്നത്. കാരണം ഒന്നിലും ഏതിലും, അതായത് ഇവരെ പ്രശ്നങ്ങളിലോ, അതായത് യാതൊരു പ്രശ്നങ്ങളിലും തല കാണിക്കാതെ വളരെ മാനമര്യാദയോടെ ഏറ്റവും നല്ല രീതിയിൽ വസ്ത്രധാരണം അടക്കം കീപ്പ് ചെയ്തിട്ട് ഞങ്ങളെ കൂടെ ഉള്ള ഒരാളെ, അതായത് ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടാക്കാതെ വീഡിയോ ചെയ്യണം. നോമ്പ് സമയത്താണ്, നിങ്ങളത് ആലോചിച്ച് നോക്കണം. അതായത് അവനൊക്കെ എന്ത് നോമ്പ്, ഈ തൊപ്പി എന്ന് പറയുന്നവന് സ്വന്തം വീട്ടുകാരെ പോലും വിലയില്ല, വീട്ടുകാരെ അടിച്ച് വെളി കളഞ്ഞവനാ. ഇവന്റെ കയ്യിൽ ഇത് കാരണമായിരിക്കും അവരടിച്ച് വെളി കളഞ്ഞത്. അപ്പൊ പിന്നെ സ്വന്തം വീട്ടുകാരെ പറയിപ്പിക്കുന്നവൻ നാട്ടിലുള്ളവന്മാരുടെ വീട്ടുകാർക്ക് എന്ത് വിലയാണ് അവൻ കൊടുക്കുന്നത്? റമദാൻ്റെ ടൈമിൽ ഒരു ഇഫ്താർ സമയത്ത് ഇപ്പോൾ എല്ലാവരും, എനിക്കറിയാം എല്ലാ കുട്ടികളും ഇഫ്താർ സമയത്ത് വീഡിയോസ്, ഇഫ്താറിൽ നോമ്പ് തുറക്കാൻ പോകുന്നതും നോമ്പിന് പാടത്ത് നോമ്പ് തുറക്കുന്നതും ഒക്കെ ഇപ്പോഴത്തെ കുട്ടികളെല്ലാവരും ചെയ്യണതാണ്. അപ്പം നമ്മൾ ഇതേപോലെ നമ്മളെ വീട്ടിൽ നോമ്പ് തുറവിക്ക് ഒരു ഭക്ഷണം ഉണ്ടാക്കുകയാണ്. അപ്പം ഇത് ചെയ്തിരിക്കുന്ന ഒരാളെ വളരെ മോശമായ രീതിയിലാണ് ഈ പറഞ്ഞ വ്യക്തികൾ ചിത്രീകരിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇവരിത് എന്ത് ചെയ്യാണ്, ഇവർ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് ഈ പാവം ഇൻ്റെ പേരിനെ വെച്ച് ഒരുപാട് നേരം ഓഡിയൻസിനെ കീപ്പ് ചെയ്തതിന് ശേഷം ഇന്നെ പറയാതെ എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാർ, അതായത് എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യനെ, അതിലുള്ള സ്ത്രീകളെ, എൻ്റെ ഉമ്മ, അതായത് കൃത്യമായ വോയിസ് നോട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ വോയിസ് നോട്ടും ഞങ്ങളെ കയ്യിലുണ്ട്. എല്ലാ വോയിസ് നോട്ടും എന്ന് പറഞ്ഞാൽ ഏത് ഫോണിലാണോ റെക്കോർഡ് ചെയ്തത്, ഇവർ ഏത് സാഹചര്യത്തിലാണോ റെക്കോർഡ് ചെയ്തത്, ഈ വോയിസ് നോട്ട് അടക്കം നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്ര സത്യത്തോടെ സംസാരിക്കുന്നത്. ഇവന്മാർ ഈ ഹനാൻ ഷായെ കരുവാക്കിയതാണ്, പ്രത്യേകിച്ച് ഷമീർ. ഇതിനകത്ത് ഷമീറും തൊപ്പിയും ഒരുപോലെ കുറ്റക്കാരാണ്. കാരണം ഇവന്മാർ തമ്മിലുള്ള റിവെഞ്ചിന്റെ ഇടയിലോട്ട് ഹനാൻ ഷായും ഫാമിലിയും പിടിച്ചിട്ടു. ഹനാൻ ഷായ്ക്ക് നല്ലൊരു ഫേസ് വാല്യൂ ഉണ്ട്. പുള്ളിയുടെ പേര് ഇവന്മാർ തൊപ്പി ലൈവ് ചെയ്ത സമയത്ത് തന്നെ ഇവൻ വന്നിട്ട് സൂപ്പർ ചാറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആര്? ഷമീർ. ഹനാൻ ഷായെ പറ്റി പറഞ്ഞ് കേൾക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് സൂപ്പർ ചാറ്റ് ഇടുന്നുണ്ടായിരുന്നു. നാളെ കേരളം കൺവിൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം എടുത്തിട്ടുണ്ടായിരുന്നു. അന്നേരം എന്താണ് ഹനാൻ ഷാ ഈ ഹനാൻ ഷായുടെ പേര് പറഞ്ഞ് ഇവന്മാർ ഹൈപ്പ് കയറ്റുന്നുണ്ടായിരുന്നു. ഇതെന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട്. ഹനാൻ ഷായെ ഫോളോ ചെയ്യാൻ നല്ലൊരു കൂട്ടം ആളുകളുള്ളതാണ്, തൊപ്പിയെ ഫോളോ ചെയ്യാൻ നല്ലൊരു കൂട്ടം ആളുകളുള്ളതാണ്. അതിൽ ഇവന്മാർ ലൈവ് വരുമ്പോഴത്തേക്ക് ഈ രണ്ടാളുകൾ എന്താണ് ഹനാൻ ഷായുടെ പേര് വരാനുള്ള കാരണം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് വരും, ഉറപ്പായിട്ടും വരും. ഈ വരുന്ന ഓഡിയൻസിൽ ഈ ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്തിട്ടാണ് ഇവന്മാർ ഈ ഒരു സാധനം എടുത്ത് അങ്ങോട്ട് ഇടുന്നത്. ഹനാനെയും കുടുംബത്തെയും കരുവാക്കി തൊപ്പിക്കിട്ട് പണിയുക, തൊപ്പി ഇങ്ങോട്ട് തന്നതിന് തിരിച്ചു കൊടുക്കുക. ഇതാണ് ഷമീറിന്റെ പ്ലാൻ. ഹനാന്റെ പേര് വന്നതിന്റെ പേരിൽ കൂടുതൽ അറ്റൻഷൻ അതിന് കിട്ടുകയും ചെയ്തു. കാരണം ഈ ഒരു ഇഷ്യൂ നല്ല രീതിയിൽ കത്തും എന്ന് അറിയാം. അത്രയും ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അത് തന്നെയാണ് ഇവന്മാർക്ക് വേണ്ടതും, ഈ ഷമീറിന് വേണ്ടതും അത് തന്നെയായിരുന്നു. ഏതാണ്ട് ഒരു 3-3.5 മണിക്കൂർ നീളമുള്ള ഒരു ലൈവിന്റെ അകത്ത് ഒരു കുറച്ച് സമയത്ത് മാത്രമാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. എന്നിട്ട് പോലും ഇവർ ആ ഒരു എൻറ്റയർ ലൈവ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിച്ച് കളഞ്ഞു. വളരെ നല്ല കാര്യം. പക്ഷേ ഇവന്മാർ ഉദ്ദേശിച്ച കാര്യം നടന്നു. ആര്? ഷമീർ ആൻഡ് ടീം ഉദ്ദേശിച്ച കാര്യം നടന്നു. തൊപ്പിയെ കൂട്ടുക, തൊപ്പിയെ പണിയുക, ആ ഉദ്ദേശിച്ച കാര്യം നടന്നു. തൊപ്പിയുടെ തനിക്കണം ആൾക്കാരെ മനസ്സിലാക്കി കൊടുക്കുക. തൊപ്പിയെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണ്, ഇവൻ അമ്മയും പെങ്ങന്മാരെയും തിരിച്ചറിയാൻ പറ്റാത്തതാണ്, ഇത് ജനങ്ങളെ മനസ്സിലാക്കുക. അതിനകത്ത് അവന്മാർ വിജയിക്കുകയും ചെയ്തു. ഈ ഒരു കാര്യം എടുത്തിട്ട സമയത്ത് തൊപ്പി പറഞ്ഞത് ശുദ്ധ, ആ പറഞ്ഞ കാര്യം പിന്നെയും എടുത്തിട്ടിട്ട് ജനങ്ങളെ കേൾപ്പിച്ചത് അത് അതിനേക്കാളും. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ഈ ഷമീറും തൊപ്പിയും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഒരുത്തം പറഞ്ഞു, മറ്റൊരുത്തം പ്രചരിപ്പിച്ചു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ സ്റ്റക്കായി പോയി. ഒരു 15 മിനിറ്റ് 20-25 മിനിറ്റ് നേരത്തേക്ക് എങ്ങനെ ഈ കുട്ടീൻ്റെ മാനസിക നിലയെ ഇത് ബാധിക്കും, എങ്ങനെ ഈ കുട്ടി എത്രത്തോളം എമോഷണലാവും, അതായത് ഞങ്ങൾ ഈ ഒരു സംഭവത്തിൻ്റെ ശേഷം എങ്ങനെ ബാക്ക് ടു ട്രാക്കിലാവും. കാരണം ഇതൊരാവശ്യമില്ലാത്തൊരു കുട്ടീനെ ഒരു ലൈവിൽ വന്നിട്ട് 1.5 ലക്ഷം ആൾക്കാർ തത്സമയം കാണുക, പിറ്റേ ദിവസം രാവിലെ 9 മണിയായപ്പോൾ 8-8.5 ലക്ഷം ആൾക്കാർ ഈ 4.5 മണിക്കൂറിൻ്റെ വീഡിയോ കണ്ടിരിക്കുകയാണ്. ഈ 2.5 മണി മുതൽ ഇന്ന് ഈ വൈകുന്നേരം 5 മണി വരെ നമ്മൾ സൈലൻ്റ് ആയിരുന്നു. അപ്പം പുറത്തുനിന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, നമ്മൾ ഈ 2.5 മണി മുതൽ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണോ. അപ്പോൾ ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ എല്ലാം ഇതേപോലെ നോക്കി കണ്ടിരുന്നു. നിങ്ങൾ കുടുംബത്തിലെ ആൾക്കാരെ തൊട്ടിട്ട് നിങ്ങളൊന്നും ചെയ്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മൾ ഒരു ദൗത്യത്തിൻ്റെ പുറകിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അതിനെക്കുറിച്ച് ശബ്ദിക്കാണ്ട് ആ ദൗത്യം എന്താണെന്നുള്ളത് അത് പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തൊരു ടേം. അപ്പം നമ്മളപ്പം തന്നെ നമ്മൾ പോയ റിസോർട്ടിൽ നമ്മളെ ഡ്രൈവറൊക്കെ വിളിച്ച് എണീപ്പിച്ച്
നമ്മളെ വണ്ടി സ്റ്റാർട്ടാക്കി, അർബാനിയ സ്റ്റാർട്ടാക്കി 10-12 ആൾക്കാർ ആ റിസോർട്ടിൽ നിന്ന് രാത്രി 12 മണിക്ക് റിസോർട്ടിൻ്റെ ഓണർ വന്നിട്ട് ഉമ്മേ എന്താ എടുക്കുക നിങ്ങളെല്ലാവരും പോകണത് 2 മണിക്ക്. അപ്പോൾ ഇക്കാണെങ്കിൽ ചെറിയ ഒരു ഇഷ്യൂ ഉണ്ട്, ഞങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാൻ, നമുക്ക് നാളെ തൊട്ട് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് പോകേണ്ടി വരും. അപ്പോൾ അമ്മേ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിച്ചു റിസോർട്ടിൽ. ഞാൻ പറഞ്ഞു ഇല്ല, റിസോർട്ട് നല്ല റിസോർട്ടാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട റിസോർട്ടാണ്, ഞങ്ങൾ ഇവിടെ വീണ്ടും വരും. പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങണം പറഞ്ഞിട്ട് ഞങ്ങളാ വണ്ടിയിൽ എല്ലാവരും കണ്ണും തുറന്നാണ് ഇരിക്കുന്നത്. 4 മണി വരെ ഞങ്ങൾ കണ്ണും തുറന്നിട്ട് ഇരിക്കുകയാണ്. കാരണം ഇത് എന്ത് ചെയ്യും, എങ്ങനെ ഫേസ് ചെയ്യും. കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഇത് എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളൊരു സംഭവമാണ് ഏറ്റവും പ്രശംസ അർഹിക്കുന്ന ഒരു സംഭവം. അതായത് ആ സമയത്ത് വേണമെങ്കിൽ രോഷം കയറി നമുക്ക് അതിൽ വിപ്ലവം പുറപ്പെടുപ്പിക്കുക, ആ സമയത്ത് മറ്റേ അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക, വീരവാദങ്ങൾ മുഴക്കുക, തിരിച്ച് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇവരും മോശമായ രീതിയിൽ ചിത്രീകരിക്കുക, ഇതൊക്കെ നമുക്ക് ആ സമയത്ത് വേണമെങ്കിൽ ചെയ്യാം. ഒന്നും ചെയ്യാതെ ഞങ്ങൾ എന്ത് ചെയ്തു, 2 മണിക്ക് ഞങ്ങളെ ഫോണിൽ നിന്ന് ആദ്യത്തെ കോൾ പോവാണ് സ്റ്റേഷനുകളിലേക്കും അതാത് വകുപ്പുകളിലുള്ള വ്യക്തികളിലേക്കും. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മളോട് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു. നമ്മൾ ആദ്യം തന്നെ സ്റ്റേഷൻ SIക്ക് പരാതി കൈമാറുന്നു. ഇവർ ഈ ഒരു സിറ്റുവേഷൻ വളരെ മെച്ചുവേർഡ് ആയിട്ട് തന്നെയാണ് ഹാൻഡിൽ ചെയ്തത്. തൊപ്പിയെ ഷമീറിനെ പോയി തെറി വിളിക്കാനോ അല്ലാതെ അത് വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കി അവന്മാരെ തെറി വിളിക്കാനോ അതിനൊന്നും നിന്നില്ല. അവർ ഡയറക്റ്റ് ലീഗലി പോയി SIക്ക് പരാതി കൊടുത്തു, CIക്ക് പരാതി കൊടുത്തു. അതിനുശേഷം അവരെ കൊണ്ട് പറ്റുന്ന മാക്സിമം എവിടെയാണോ പരാതി കൊടുക്കാൻ പറ്റുന്നത് അവിടെ കൊണ്ട് കൊടുത്തു. രമേശ് ചെന്നിത്തല നേരിട്ട് കണ്ട് പുള്ളിയുടെ കൈ പരാതി കൊടുത്തു. ഇത് പുറത്തു വിട്ടവനും ഇത് പറഞ്ഞവനും ഇതിന്റെ പേരിലും ഇവന്മാർ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ, വൃത്തികേടുകൾ അത് പുറത്തു വരണം. ഇതിനൊക്കെ ഇവനൊക്കെ മറുപടി പറഞ്ഞിട്ട് ഇവിടുന്ന് പോകാവുള്ളൂ. ഇവന്മാരെല്ലാവരും ഒരാളെന്നല്ല, ഈ ഗ്യാങ്ങിലെ കംപ്ലീറ്റ് ആളുകൾ ലോക ഫ്രോഡുകളാണെന്നുള്ള കാര്യം മലയാളികൾക്ക് മനസ്സിലായി. ഇത് പണ്ടേ മനസ്സിലായതാണ്. പിന്നീട് ഇവനൊക്കെ കയറി നന്മമരമായല്ലോ ഈ തൊപ്പി എന്ന് പറയുന്നവനങ്ങ് കുറെ ചാരിറ്റി ഗിവ് അവേ ഈ സാധനങ്ങളൊക്കെ വന്നിട്ട് അവൻ മുടി മുറിച്ചവനങ്ങ് നന്മമരമായി. മുടി മുറിച്ച് നന്മമരമാകുന്ന ഒരേ ഒരു വ്യക്തി കേരളത്തിൽ തൊപ്പിയായിരിക്കും. മുടി മുറിച്ച് പണ്ട് തൊപ്പി ഇൻഡു നിഹാദ് ടിക്ക് ഇതായിരുന്നല്ലോ. ഇപ്പൊ അവന്റെ എവിടെ കിടക്കുന്നു? എടാ ഇതൊക്കെ പക്ക ഡ്രാമയാടാ. അതൊക്കെ മനസ്സിലാക്കാൻ ഇത്ര സമയം വേണ്ടി വന്നു. ഇപ്പോഴും ഇവനൊക്കെ പുണ്യാളന്മാരാണ്, നല്ല കുഞ്ഞുങ്ങളാണെന്ന് വിചാരിക്കുന്ന ഇവന്റെയൊക്കെ മൂട് താങ്ങി നടക്കുന്ന കുറെ പീക്കറി പിള്ളേരാണ്. കുറെ പീക്കറികളല്ല, പല കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട് ഇവന്റെയൊക്കെ മൂട് താങ്ങി നടക്കുന്നത്, കൊട്ട താങ്ങി നടക്കുന്നവന്മാര്. നീയൊക്കെ ഇന്ന് മനസ്സിലാവത്തില്ല, നാളെ വരുമല്ലോ, സമയം ഉണ്ടല്ലോ, മനസ്സിലാകും. ഇതൊക്കെ മനസ്സിലാകും. അന്നേരം ഇവന്റെയൊക്കെ മൂട് അല്ലെങ്കിൽ കൊട്ടയൊക്കെ എടുത്ത് തലയിൽ വെച്ചോണ്ട് താങ്ങി നടന്ന് നീയൊക്കെ കാണണം. ഈ വീഡിയോയുടെ അടിയിലും ചിലപ്പോൾ കമന്റുമായിട്ട് വരും കുറെ നാളുകൾ, നീ ഏതോടാ മറ്റേ മോനെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് വരും. എന്റെ വീട്ടിലിരിക്കുന്ന ആൾക്കാരെയും വിളിച്ചുകൊണ്ടും വരും. വീട്ടിലിരിക്കുന്നവരെ നീയൊക്കെ വന്ന് വീട്ടിലിരിക്കുന്നവരെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ പുത്തിരി പോകത്തില്ല. കാര്യം നീയൊക്കെ ഇവന്റെ ഫോളോവർ അല്ലേ, അതിന്റെ പ്രതിഫലനേ നിന്റെയൊക്കെ വായിന്ന് വരൂ. അതുകൊണ്ട് അതിനകത്ത് വലിയ അതിശയമൊന്നും തോന്നാനില്ല. ഇവനെ കണ്ട് വളരുന്ന കുറെ പീക്കറികളുണ്ട്, കുറെ ഇവന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഇച്ചിമുള്ളികളുണ്ട്. ഇത് കണ്ടിട്ട് ഇതിനെ അനുകരിച്ച് ഈ ഇച്ചിമുള്ളികൾ വളർന്നു വന്ന് നാടിന് വലിയൊരു വിപത്താവുമ്പോഴേ ഇവൻ എത്രമാത്രം വിഷങ്ങളാണ് ഈ പീക്കറികളുടെ മൈൻഡിലോട്ട് കുത്തിവെച്ചതെന്ന് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഹനാൻ ഷായും ഈ ലൈവും ഉമ്മാരിക്ക് ഈ തെറ്റിപ്പിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് പിരിഞ്ഞ കാര്യങ്ങളൊക്കെ അതൊരു നിമിത്തമായെന്ന് മാത്രം കൂട്ടിയാൽ മതി. കാര്യം അതിരി കോപ്രായങ്ങളായിരുന്നു ഇവനൊക്കെ ലൈവ് എന്നൊക്കെ പറഞ്ഞ് ഇത് തുറന്നു വെച്ച് കാട്ടിക്കൂട്ടിക്കൊണ്ടിരുന്നത്. ഇതിപ്പോ നേരിട്ട് ആഭ്യന്തരമന്ത്രിക്ക് തന്നെ കൊടുത്ത കാര്യമായി. പുള്ളി തൂഫാന്റെ പുറയിലാണ്. ഇവന്റെ ബാക്കിൽ പോയി കഴിഞ്ഞാൽ തൂഫാന് ചാകരയായിരിക്കും. ഇത്തരത്തിലുള്ള നാറിയ ഇടപാടുകൾ ഇവനൊക്കെ നടത്തുന്നുണ്ട്. മരുന്ന് ഇടപാടുകളുണ്ട്, ഉറപ്പായിട്ടുണ്ട്, കൺഫേം ആണ്. കള്ളപ്പണം വെളുപ്പിക്കൽ ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടാവും. അതും അന്വേഷിക്കണം. പിന്നീട് പെണ്ണുപിടി, 18 വയസ്സിന് മുകളിൽ 18 വയസ്സിന് താഴെ, 18 വയസ്സിന് മുകളിലുള്ളൊന്നും ചെയ്യാനില്ല. അവരവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം വന്ന് കൂടെ കിടന്നിട്ട് പോകുന്നതാണ്. കടി മൂക്കുമ്പോൾ മരുന്നു, കടി തീർത്തിട്ട് പോകുന്നു, ഇതാണ്. അതുകൊണ്ട് അവരെ ഒന്നും ചെയ്യാനില്ല. അത് നീ എന്താ ചെയ്ത ഒരു പ്രശ്നമില്ല. പക്ഷെ 18 വയസ്സിന് താഴെയുള്ള ടീംസും കടി കാരണം വന്ന് പെട്ടിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ അബോഷൻ ചെയ്ത് വിട്ടിട്ടുമുണ്ട്. ഇതും പുറത്തുപോയി. പിന്നീട് ഇവന് ഈ തൊപ്പി എന്ന് പറയുന്നവന് ഗുണ്ടാ സംഘങ്ങളുമായിട്ടുള്ള ബന്ധം, അതും അന്വേഷിക്കണം. അങ്ങനെ പല കാര്യങ്ങളും അന്വേഷിക്കണം. പലതും പുറത്തു വരാനുണ്ട്. ഈ പരാതിയിൽ ഈ വീഡിയോ, അതായത് ഇതിൽ ശബ്ദം ഒരു വ്യക്തിൻ്റെതാണ്. ഈ വ്യക്തിൻ്റെ തന്നെ കൂടെയുള്ള ആൾക്കാരാണ് ഈ വ്യക്തി മുമ്പ് സംസാരിച്ച ശബ്ദങ്ങളും കാര്യങ്ങളും ശബ്ദരേഖകൾ പുറത്തു വിട്ടുള്ളത്. അപ്പം ഈ പുറത്തു വിട്ട ആൾക്കാരും ഈ ശബ്ദരേഖയിലുള്ള ആൾക്കാരും ഒക്കെ ഈക്വലി എന്താണ് ഇതിൻ്റെ ഒരു പാർട്ടാണ്. അതായത് ഈ കുട്ടീനെ ആവശ്യമില്ലാണ്ട് കൊത്തി കീറിയതിലൊരു പാർട്ടാണ്. അപ്പം എനിക്ക് ആൾക്കാരോട് പറയാനുള്ളത്, ഇവർ ചെയ്ത തെറ്റ് ഒരിക്കലും ഒരു മാപ്പ് അർഹിക്കുന്ന തെറ്റുപോലല്ല. അതായത് വന്ന് മാപ്പ് പറഞ്ഞാൽ പോലും നമുക്ക് അതിൻ്റെ ഒരു സങ്കടമോ അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്നുണ്ടായ ഒരു നഷ്ടം തീരൂല. അപ്പോൾ അത് നമ്മളെയൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അത്രയേ ഉള്ളെന്ന് പറയാം. പക്ഷെ ഫാമിലിയെ പിടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കണം. അതിന് ഏത് അറ്റം വരെ പോയാലും കൊടുക്കണം. അതിന് ഏത് തൊപ്പിയാണെങ്കിലും ഏത് കുപ്പയാണെങ്കിലും സോഷ്യൽ മീഡിയ പോരി നിൽക്കാതെ നിങ്ങൾ ലീഗലി, അതും ഏറ്റവും ഹയർ ലെവലിൽ തന്നെ കൊടുത്ത് ഏറ്റവും നല്ല കാര്യം. തൊപ്പിയുടെ ഭാഷയിൽ പറഞ്ഞാൽ W. ഇനി ഇത് കഴിഞ്ഞിട്ട് ഹനാൻ വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. തൊപ്പി തന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു വ്ളോഗ് ചെയ്തിട്ട്
ചെയ്തിരുന്നില്ല, ഒരു 6 മിനിറ്റ് ഒരു സ്റ്റേഷൻ വ്ലോഗ്. അതിനകത്ത് യവൻ ഒരു കാര്യം പറയുന്നുണ്ട്. AI വെച്ച് ഇവന്റെ വോയിസ് ഉണ്ടാക്കി, AI വെച്ച്. അതിന് വളരെ വ്യക്തമായിട്ടുള്ള കൃത്യമായിട്ടുള്ള മറുപടി ഹനാൻ കൊടുക്കുന്നുണ്ട്. ഇവൻ AI വെച്ച് പണ്ണല് എന്താണെന്ന് ഹനാൻ പറയുന്നു കേക്ക്. നമ്മൾ കേട്ട വോയിസ് അല്ല ഇവർ കിട്ടിയിട്ടുള്ളത്, അത് ഏതാണോ എക്സാക്ട് ഫയൽ, ആ ഫയലാണ് കിട്ടിയിട്ടുള്ളത്. അതിനകത്ത് നമ്മൾ കേട്ടതിന്റെ അപ്പുറം ഉണ്ട്. മനസ്സിലായോ? ഇവരുടെ ഫാമിലിയെ മൊത്തം പറയുന്നുണ്ട്. ഒഴിയൂല. ഇത് നമ്മളടുത്ത് കൃത്യമായ എവിഡൻസുകൾ ഉള്ളതാണ്. ഇപ്പോൾ ഇവർ AI വോയിസ് ആണ്, അതായത് ഞങ്ങളൊക്കെ പറഞ്ഞ വോയിസ് AI വോയിസ് ആണെന്നാണ് പറഞ്ഞതിൽ. ഏറ്റവും LKG കുട്ടികൾ എനിക്ക് തോന്നുന്നത് ഇതിലേറെ ബുദ്ധിയുള്ള കുട്ടികളാണെന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ എനിക്ക് പറയുള്ളത്. കാരണം ഈ വോയിസിൽ ഞങ്ങളെ വ്ളോഗ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവുന്നുണ്ട്. ഈ വീട്ടിലെ വ്യക്തികൾ ഓരോരുത്തരുടെ വോയിസും വ്യക്തമായിട്ട് കൃത്യമായിട്ട് ഇത്ര സീറ്റ് വ്യത്യാസത്തിൽ നമുക്കിത് കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു സംഭവത്തെക്കുറിച്ച് 10-12 മിനിറ്റ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കണത്? വേണ്ടാത്ത ആവശ്യമില്ലാത്ത അശ്ലീല തെറികളടക്കം, അതായത് AIക്ക് പോലും അറിയാത്ത തെറികളടക്കം ഉൾപ്പെടുത്തിയിട്ട് കണ്ണൂർ സ്ലാങ്ങിൽ AI എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് എനിക്കിതുവരെ, ഞങ്ങൾ ഒരുപാട് ഇപ്പോൾ AI ഓഡിയോ എഞ്ചിനീയേഴ്സുമാരായിട്ട് ഞങ്ങൾ 2-3 ദിവസമായിട്ട് കോൺടാക്റ്റ് ഉണ്ട്. എല്ലാവരുടെ അടുത്തും ഞങ്ങൾ ഈ ഓഡിയോ അയച്ചിട്ട് ഇത് പ്രൂവനാണ്, അതായത് ഈ ഒരു സംഭവം AI വെച്ചുണ്ടാക്കിയ വോയിസുകളല്ല എന്നുള്ളത് പ്രൂവനാണ്. ഇവരിതിൻ്റെ പിന്നിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ AI, ഞാൻ പറഞ്ഞില്ലേ, ഓഡിയോ എഞ്ചിനീയർമാരാണ് ഇതിൻ്റെ പുറകിലിരിക്കുന്നത്. അതായത് ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, നിങ്ങളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്തിക്കണോ, അല്ലെങ്കിൽ നിങ്ങളതിൽ കുത്തി കയറ്റിക്കണോ, അല്ലെങ്കിൽ നിങ്ങളത് മാറ്റം വരുത്തി ഉണ്ടാക്കണം എന്നൊക്കെ അറിയാനുള്ള ടെക്നിക്കുകളും സോഫ്റ്റ്വെയറും സാങ്കേതിക വിദ്യയുള്ള 2026 സൈബർ ലോകത്താണ് നമ്മൾ ജീവിച്ചു പോണത്. അപ്പോൾ ഇവർ പറയണ ഈ AI വോയിസിൽ യാതൊരു, അതായത് ഒരു തരത്തിലും 100%-ൽ 1% പോലും ന്യായമില്ലാത്ത കാര്യമാണ്. ഒരിക്കലും ഇന്നത്തെ കാലത്തെ AIക്ക് ഇനി ചിലപ്പം 2055-ലോ 60-ലോ ചിലപ്പോൾ പറ്റിയേക്കാം. പക്ഷേ ഇന്നത്തെ കാലത്തെ AIക്ക് ഒരിക്കലും ആ ഇന്ന വ്യക്തികളുടെ കൃത്യമായ ശബ്ദം, അതായത് ഞങ്ങളെ ശബ്ദം അടക്കമുണ്ട്, ഞങ്ങളെ ശബ്ദം AIക്ക് കൊടുക്കണമെങ്കിൽ ഇതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഇല്ല. അതായത് ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ ഒരു പാട്ട് ഫുള്ളി AI ജനറേറ്റർ ഒരു പാട്ട് നമ്മൾ ഇറക്കാം. ഇപ്പോൾ ഒരുപാട് നേതാക്കന്മാരുടെ സൗണ്ടിൽ, ക്രിസ്ത്യാനോൻ്റെ സൗണ്ടിൽ, മെസ്സിൻ്റെ സൗണ്ടിലൊക്കെ പാട്ടുകൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ ഇതിൽ സംഗതികൾ വരുന്ന ഭാഗം, അതായത് പാട്ടിൽ നീട്ടി പോകേണ്ട ഭാഗങ്ങളിലൊക്കെ ഡെസിബൽ കാര്യങ്ങൾ, അതായത് ഈ രീതികളൊക്കെ മാറും AI ഇട്ട് കഴിഞ്ഞാൽ. പക്ഷേ നമ്മളതൊന്നും വരാതെ നമ്മളെ വോയിസ് ജനറേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഭംഗിയുള്ള പാട്ട്, അതായത് മാറ്റങ്ങളും മാറ്റൊലികളൊക്കെ ഉള്ളൊരു പാട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി ഞങ്ങൾ ഒരു കൊല്ലമായിട്ട് ഒരു AIൻ്റെ പുറകിലുണ്ട്. അതായത് ഇതുവരെ നമുക്ക് പറ്റുന്നില്ല. അതായത് ഒരു കൊല്ലമായിട്ട് ഞങ്ങൾ റിസർച്ച് ചെയ്തിട്ട് ഈ ഒരു AI വോയിസ് ഉണ്ടാക്കാൻ ഞങ്ങളെ സ്വന്തം വോയിസ്, ഞാനിപ്പോൾ ഒരുപാട് അതിൽ ഇതൊക്കെ കൊടുത്തിട്ടും എന്താക്കാൻ പറ്റുന്നില്ല, അതൊരു പാട്ടായിട്ട് വരുന്നില്ല. അപ്പോൾ ഇത്രയും വലിയ ഏറ്റവും പെയ്ഡായിട്ടുള്ള AI സോഫ്റ്റ്വെയർ ടൂൾസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്തിട്ട് പോലും ഈ ഒരു പാട്ട് ഞങ്ങളുടെ ശബ്ദത്തിൽ ഉണ്ടാക്കാൻ പറ്റാത്തൊരു കാലത്ത് കണ്ണൂർ സ്ലാങ്ങിൽ 10-15 ആൾ ഒരു റൂമിലിരിക്കണം, ഞങ്ങളെ വ്ളോഗ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവണം, അതിനെ വിമർശിക്കണ തരത്തിൽ, അല്ലെങ്കിൽ അതിനെ വളരെ 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 കുടുംബത്തിൽ കയറ്റാത്ത വണ്ണം, മോശമായ രീതിയിൽ കയറ്റാൻ പറ്റാത്ത വണ്ണം എല്ലാ സ്ത്രീകളെയും, മൊത്തം സ്ത്രീകളെയും ഉമ്മമാരെയും യുവതികളെ അപമാനിക്കുന്ന രീതിയിലുള്ളൊരു വോയിസ് ഇപ്പോഴത്തെ കാലത്ത് AI ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം തൊപ്പിയുടെ AI കോണ അങ്ങ് തീരുമാനമായല്ലോ. തൊപ്പിയുടെ കയ്യിൽ മാത്രം ഉള്ള AI ടൂളാണെന്ന് തോന്നുന്നു ഗൈസ്. കാരണം കണ്ണൂർ സ്ലാങ്ങിലൊക്കെ ഉള്ള AI ടൂളൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ പണിയല്ല, അത് വലിയ പണിയാണ് കേട്ടോ. അത് സമ്മതിക്കണം, അത് പണി എടുത്തവനെ സമ്മതിക്കണം. അത്രയും വലിയ കഴിവുള്ളവനാണെങ്കിൽ അവൻ വല്ല മാർവൽ എഡിറ്റിംഗ് സ്റ്റുഡിയോയിൽ ഇരുന്നേനെ. എടാ യവൻ ഉളുപ്പില്ലേ ഇങ്ങനെ വന്ന് കള്ളത്തരം പറയാൻ? നീ ഇത്രയും നാൾ പറഞ്ഞ കള്ളത്തിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. ഈ കള്ളം ഒട്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലടാ മോനെ. നിന്റെ കള്ളങ്ങൾ ഇത്ര അതപ്പതിച്ചു പോയോ? ടെൻഷൻ കൊണ്ടായിരിക്കും, മനസ്സിലായോ? ഈ ഒരു കള്ളം ഈ എന്ത് പറഞ്ഞാലും എടാ വേറെ എന്തെങ്കിലും നിനക്ക് പറഞ്ഞുകൂടായിരുന്നു. വേറെ ഒന്നും പറയാനില്ല. AI മാത്രമായിരുന്നു അവന്റെ ഏറ്റവും അവസാനത്തെ പിടിവള്ളി. കണ്ണൂർ സ്ലാങ്ങിൽ അവന്റെ AI, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന നോയിസും എല്ലാം, ഇത്ര ദൂരത്തിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ ആ ഒരു ഡിസ്റ്റൻസിനകത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീലും എല്ലാം AI, കംപ്ലീറ്റ് AI. പക്ഷെ എന്നാ പണിയാണോ ഇത്? എന്തൊരു പണിയാണോ ചെയ്തത്? അത് ഏതവനാ പണിതത്? ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഇവൻ ഇത്രയും കോൺഫിഡന്റ് ആയിട്ടാണ് വന്ന് AIയുടെ കാര്യം പറയുന്നത്. ഓക്കെ, ഇത്രയും കാലം അവൻ ആ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞതോ, അവൻ ഇത്രയും കാലം എന്തൊക്കെയാണോ നിങ്ങൾ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരുന്നത് എല്ലാം കളവാണ്, എല്ലാം കളവാണ്. ഒരു 100 കാര്യം എടുത്തു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് 1-2 സത്യങ്ങളുണ്ടാവും, ബാക്കി 98ഉം ഇവന്റെ ചരിത്രം, ഇവന്റെ ജീവിതത്തിൽ നടന്ന ഇവന്റെ ചരിത്രം പറഞ്ഞത് തന്നെ ചിലപ്പം കളവായിരിക്കും, സെന്റിമെന്റ്സ് ഇറക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഞാൻ ഇവനിൽ കണ്ട് ഞെട്ടിപ്പോയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കള്ളത്തരം പറയുമ്പോൾ, നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ ആ പറയുന്ന വ്യക്തിക്ക് എന്തെങ്കിലും ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഒരു 100% അല്ലെങ്കിൽ ഒരു 150% കോൺഫിഡൻസിലൊക്കെ നിന്ന് കള്ളത്തരമൊക്കെ പറയണമെങ്കിൽ അതിനൊരു പ്രത്യേക കഴിവ് വേണം. ആ ഒരു കഴിവിന്റെ എക്സ്ട്രീം പീക്ക് കഴിവുള്ളവനാണ് ഇവൻ. അത്രയും കഴിവേറിയവനാണ് തൊപ്പി. ആ ഒരു കഴിവ് എന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നതാ മോനെ. കാര്യം എന്ന് പറഞ്ഞാൽ ഇവൻ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവൻ ഉടായിപ്പാണ്, ഇവൻ പറയുന്ന കള്ളവാണ്, വാ തുറന്നാ കള്ളവേ പറയത്തോളെന്ന്
നമുക്കറിയാമെങ്കിൽ പോലും യോൻ പറയുന്ന കേട്ട് നമ്മൾ വിശ്വസിച്ചു പോകും. അയ്യോ ഇനി അങ്ങനെയാണോ ചെറുക്കൻ പറയുന്നത്, അങ്ങനെ ഇരുന്ന് കൂടാ. ആ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് വിശ്വസിപ്പിക്കാനുള്ള കഴിവുണ്ട് ഇവന്. അതുകൊണ്ടാണ് ഇവർ ഇത്രയും നാൾ പിടിച്ചു നിന്നത്. ഇത് ഇവന്മാരെ തമ്മിലടിച്ച് പിരിഞ്ഞു പോയിട്ടാണ് ഇതൊക്കെ നാട്ടുകാരറിഞ്ഞത്. അല്ലെങ്കിൽ ഇതൊന്നും അറിയാനും പോണില്ല. ഇവന്മാരെയൊക്കെ കാണുമ്പോൾ ഈ ഫോട്ടോ ഒക്കെ എടുക്കാൻ ഫാൻ എന്ന് പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ഓടിപ്പോകുന്ന പെണ്ണുങ്ങൾ ഫാൻസ് അല്ലെങ്കിൽ പിള്ളേർ ഫാൻസ് ഇവരൊക്കെ ആലോചിക്കണം ഇവൻ ഏത് ടൈപ്പാണെന്ന്. ഒരു സ്ത്രീ വന്ന് ഫോട്ടോ എടുത്തിട്ട് പോയി കഴിയുമ്പോഴായിരിക്കും വന്നിട്ട് പറയുന്നത് അവിടെ സൂപ്പറടാ എന്ന് പറയുന്നത്. മനസ്സിലായ? സ്വല്പം മാനാഭിമാനം ഉണ്ടെങ്കിൽ, സെൽഫ് റെസ്പെക്ട് ഉണ്ടെങ്കിൽ ഇവനെയൊക്കെ പോയിട്ട് ഇങ്ങനെ പൊക്കി തലയിൽ കയറ്റി നടക്കാതിരിക്കുക, മൂട് താങ്ങി നടക്കാതിരിക്കുക. ഇവനെ കാണുമ്പോൾ പോയി ഓടിപ്പോയി ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ ചീത്തപ്പേരൊന്നും കിട്ടായില്ലേ. നിങ്ങളൊക്കെ അറിഞ്ഞത് ഒരു അംശം മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പുറത്തോട്ട് വരാനുള്ള കാര്യങ്ങളൊക്കെ അത്രയും വൃത്തിയുടെ കാര്യങ്ങളൊക്കെയാണ്. എന്താണെങ്കിലും തൊപ്പിയുടെ ആ ഒരു വോയിസിന്റെ കഥ അത് അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല. നിനക്ക് കുറച്ചും കൂടെ ഒരു നല്ല സ്ക്രിപ്റ്റുമായിട്ട് വരായിരുന്നു. അത് അങ്ങോട്ട് ശരിയായില്ല കേട്ടോ. തൊപ്പി ഇപ്പൊ പറയുന്നത് ഇവന്മാർ വെച്ച് ഉണ്ടാക്കിയെന്നാണല്ലോ ആര് ഷമീർ. അത് അതിനേക്കാളും വലിയ കോമഡിയാ. തേയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. പിന്നെ സൂപ്പർ ചാറ്റിന്റെ സൗണ്ട് എങ്ങനെ ഓഫാക്കാൻ അറിയാത്ത ആൾക്കാരാണ് ഈ ഉണ്ടാക്കിയിരിക്കണമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ എനിക്ക് സ്വല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ ലൈവ് ഇട്ട ആൾക്കാർക്ക് ആൾക്കാർ ഇങ്ങനെ വരെ സൂപ്പർ ചാറ്റിൽ 10-20 ഇട്ടിട്ട് തെറി വിളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്വിച്ച് അറിയണില്ല അവർക്ക് ഇത് എവിടെ നിൽക്കിയത് ഓഫ്. അപ്പോൾ ഇവരെല്ലാവരും ഇരുന്ന് തപ്പാണ്. അപ്പോൾ ഇത്രയും അന്തല്ലാത്തൊരു ടീമിന് ഇത്ര വലിയൊരു അതായത് ബന്ധങ്ങളിലേക്ക് പോകാൻ ഒരിക്കലും പറ്റില്ല എന്നുള്ളത് ചിലപ്പം LKG കുട്ടികളോ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് അല്ലെങ്കിൽ 6ാം ക്ലാസ് മുതൽ ഉള്ള ഒരു 5ാം ക്ലാസ് ഒരു 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ ചിലപ്പം പറ്റുണ്ടായിരിക്കും. അതായത് ഇങ്ങനെ ആണ് എന്ന് വിശ്വസിക്കാം. എനിക്ക് തോന്നണില്ല അന്നം തിന്നണ ഏതൊരു മനുഷ്യനും ആണ് വിശ്വസിക്കാൻ പറ്റും. അതൊരിക്കലും തെളിയില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ പിന്നാലെ നിങ്ങൾ ഒരുപാട് പോയി കഴിഞ്ഞാൽ ഓഡിയോ എഞ്ചിനീയേഴ്സ് നമ്മളെ കയ്യിലുണ്ട്. ഓഡിയോ എഞ്ചിനീയേഴ്സ് കൃത്യമായിട്ട് നമുക്ക് ഈ വോയിസ് മൊത്തം, അതായത് സ്ക്രീൻ റെക്കോർഡ് ഇട്ട കോപ്പിയല്ല, ഏത് ഫോണിലാണോ ഇവർ റെക്കോർഡ് ചെയ്തത് ആ ഫോണിൽ നിന്ന് കിട്ടിയ ഡോക്യുമെൻ്റ് കോപ്പി നമ്മളെ കയ്യിലുണ്ട്. ഇത് നമ്മൾ ഹാജരാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് പതിപ്പുകളല്ല, വിഷയങ്ങളല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പതിപ്പിൽ നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് കോമഡി. ഈ ഇവന്മാര് ലൈവ് തുടങ്ങിയ സമയത്ത്, ഈ ഷമീർ ആൻഡ് ടീം ലൈവ് തുടങ്ങിയ സമയത്ത് തൊപ്പിയുടെ ടീം ആയിരിക്കണം തുരുതുരാന്ന് ഇങ്ങനെ സൂപ്പർ ചാറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സൂപ്പർ ചാറ്റ് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഒരു സൗണ്ട് വരുമല്ലോ. ലവൻ സംസാരിക്കുന്നത് ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സൂപ്പർ ചാറ്റ് ഇട്ട് ഈ ഒരു സൗണ്ട് കേൾപ്പിക്കുന്നത്. അങ്ങനെ ഏറ്റവും അവസാനം ഇവന്മാർ ഇത് ഓഫ് ആക്കണം. ഈ സൂപ്പർ ചാറ്റ് എവിടെ ഓഫ് ആക്കണ്ടെന്ന് പോലും ഇവിടെ ഇരിക്കുന്ന ഈ ഷമീർ എന്ന് പറയുന്ന അവൻ അറിയത്തില്ല. അവൻ പിന്നെ അപ്പുറത്തുനിന്ന് ആൾക്കാരെയൊക്കെ വിട്ട് അവന്റെ വേർത്തിട്ടുണ്ടല്ലോ അസ്വാഗോ അവൻ എന്ന് പറഞ്ഞ ആ പയ്യനെയൊക്കെ വിളിച്ചിരുത്തിയിട്ടാണ് ഓഫ് ആക്കിക്കുന്നത്. അത് ഓഫ് ആക്കിയിട്ട് പിന്നെ ഈ സൗണ്ട് വരുവാണ്. ഈ സൗണ്ട് എങ്ങനെ ഓഫ് ആക്കണത് ഇവന്മാർക്ക് ഒന്നിനും അറിയില്ല. അതിനുള്ള ബോധവും വിവരവും പോലും ഇവരൊന്നും ഇല്ല. ഇവരൊക്കെ സ്ട്രീമേഴ്സ് ആണെന്ന് പറയുമെങ്കിൽ പോലും അവരുടെ സ്ട്രീമിങ്ങിന്റെ ബേസിക് സെറ്റപ്സ് എന്താണെന്ന് പോലും അറിയില്ല. ആ ഇവന്മാരാണ് തൊപ്പിയുടെ കണ്ണൂർ സ്ലാങ്ങിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വരുന്നത്. എടാ അതിനുള്ള വർത്തി പോലും അല്ല തൊപ്പി, അതാദ്യം മനസ്സിലാക്ക്. അത്രയ്ക്ക് കഴിവൊക്കെ ഈ ഷമീറിനൊക്കെ ഉണ്ടായിരുന്നെ അവനൊക്കെ വേറെ ഏതെങ്കിലും മേഖല പിടിച്ച് രക്ഷപ്പെട്ടേനെ. ഈ ഒരു നാണംകെട്ട സ്ട്രീമിന് ഇത് പെണ്ണുങ്ങളെ ഇങ്ങനെ ഈ നോക്കുന്ന രീതിയിൽ ഈ വൃത്തികെട്ട സ്ട്രീമിനകത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ നിന്റെ അടിമയായിട്ട് കഴിയേണ്ട ആവശ്യമില്ലായിരുന്നു. അവനൊക്കെ വേറെ ഏതെങ്കിലും ലെവലായി പോയേനെ. അപ്പം ഹനാൻ ഷാന്റെ വ്ളോഗിനകത്ത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഷമീർ ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോകുന്നത്, അതുപോലെ തന്നെ മൂത്രം ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന വ്ളോഗ്. എന്തിനാ ഈ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു വ്ളോഗ്. ആ വ്ളോഗ് എന്ന് പറയുന്നത് ഇവന്മാര് ഇപ്പൊ ഈ ഹനാൻ അടിച്ചു കളഞ്ഞ ഒരു ലൈവ് ഉണ്ടല്ലോ, ആ ലൈവിന്റെ അതേ ദിവസം രാവിലെ എടുത്ത വ്ളോഗാണ്. അതേ ദിവസം രാത്രിയിലാണ് ഇവന്മാര് ലൈവ് ചെയ്തേക്കുന്നത്. ആ വ്ളോഗിനകത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഞാനൊന്ന് കേൾപ്പിക്കാം. മമ്മു വന്നോ? മമ്മു നാട്ടിൽ പോയിട്ട് വന്നു. എന്താ കഴിഞ്ഞോ? നീ പോയിട്ട് വന്നാ? ഒന്നുമില്ല. മമ്മു വന്നിട്ടുണ്ട്. മമ്മു ഇന്ന് വീടിന്റെ വീഡിയോ എടുത്തിട്ട് ഇപ്പൊ എത്തിയിട്ടുണ്ട്. അതെ. എന്താ മീശ വീട്ടിൽ പോവാണോ? ചിരിക്കാവുന്ന പറ്റിയ അവസ്ഥയിലല്ല മുത്തേ. വീട്ടിൽ പോവാ? നീ വീട്ടിൽ പോയിക്കോ, നമുക്ക് കുറച്ച് പണിയുണ്ട്, ടെസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒന്ന് പോയാട്ടേടാ, വിടാം. ഇതായിട്ടുള്ളൂ അവൻ്റെ ചായ വന്നാ. അപ്പോൾ ഉമാര് ജാസി ആൻഡ് ഷമീർ ഉമാര് മരുന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്, അടിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആ സമയത്താണ് മമ്മു വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്നത്. അപ്പം ഇവന്മാരുടെ ഗ്യാങ്ങിലുള്ള ഷമീറും ജാസിയും മാത്രമാണോ ഈ മരുന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? മമ്മുവിനെ ടെസ്റ്റ് ചെയ്യണ്ടേ? മമ്മുവിന്റെ നിരപരാധിത്വം നാട്ടുകാരെ അറിയിക്കണ്ടേ? മമ്മു അടിച്ചിട്ടില്ല എന്നുള്ള കാര്യം നാട്ടുകാരെ അറിയിക്കണ്ടേ? ഇതൊന്നും മമ്മുവിന് ബാധകമല്ലേ? നിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോഴും ഈ സാധനം ഉപയോഗിക്കുന്നവരുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലൈവിന്റെ ഒരു ചെറിയൊരു പാർട്ട് എടുത്ത് വെച്ചത് കാണിച്ചിട്ടില്ലായിരുന്നോ? അതിനകത്ത് ആദിലെന്ന് പറയുന്ന പയ്യന്റെ കണ്ണ് പോകുന്ന പോക്ക് നിങ്ങൾ കണ്ട? അത് വെള്ളം അടിച്ചിട്ടിരുന്ന ആ കണ്ണ് ഇങ്ങനെ പോകുന്ന എനിക്ക് തോന്നണില്ല. ഏതാ പറഞ്ഞ് മമ്മു
ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവൻ പോയി ചെക്ക് ചെയ്യാത്തത്. അല്ലെ പിന്നെ അവനും പോയി ചെക്ക് ചെയ്യണ്ടല്ലേ ഇവന്റെ ഒക്കെ കൂടെ. ഷമീർ വിളിക്കുന്ന പോലും ഇല്ല, വാടാ നമുക്ക് ചെക്ക് ചെയ്യാതെ ഷമീർ വിളിക്കുന്ന പോലും ഇല്ല. നീ വീട്ടിൽ പോയിരുന്നു, ഞങ്ങൾ പോയി ചെക്ക് ചെയ്തിട്ട് വരട്ടെ എന്നാ പറയുന്നത്. കാരണം മമ്മൂന് ഇതൊന്നും ബാധകമല്ല, മമ്മൂ നിരപരാധിയാണെന്ന് തെളിയിക്കേണ്ട. സോ എന്റെ പരമായ സംശയം ഈ മമ്മു ഒക്കെ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവൻ വരാത്തത്. പിന്നെ വേറൊരു കാര്യം, തൊപ്പിയും വന്നിട്ട് ഡ്രഗ് ടെസ്റ്റ് നടത്താം എന്നുള്ള രീതിയിൽ വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു. ഇവന്മാരും വെല്ലുവിളിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവന്മാർ ഇപ്പോൾ എടുക്കാൻ പോകുന്നത്, ഈ ടെസ്റ്റ് എടുക്കാൻ വേണ്ടി പോകുന്നത്. തൊപ്പി ഭയങ്കര കണ്ണിങ് ആയിട്ടുള്ള ഒരുത്തനാണ്, ഇവൻ ആരെങ്കിലും ഒതുക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കുന്നെങ്കിൽ പോലും ഇവൻ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് അയച്ചു കൊടുക്കൂല. അവൻ പല ആൾക്കാരുടെ അക്കൗണ്ടിൽ നിന്നൊക്കെ ആയിരിക്കും ഇവൻ അയച്ചു കൊടുക്കുന്നത്. അന്നേരം ഇവനിലോട്ട് ഒരു രീതിയിലും ലീഡ് വരാത്ത രീതിയിൽ അങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഒരുത്തനാണ്. ഇപ്പൊ ഇവന്മാര് ഈ തൊപ്പിയുടെ കൂടെ നിന്നവന്റെ പേരിലാണ് ഇത്രയും കാര്യങ്ങളെല്ലാം പുറത്ത് വന്നത്. അല്ലെങ്കിൽ ഇതൊന്നും പുറത്ത് വരാനേ പോണില്ല, മനസ്സിലായോ? അപ്പൊ എന്റെ ഒരു വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തൊപ്പി പോയിട്ട് ഈ പറയുന്ന മരുന്ന് അടിച്ചിട്ടുണ്ടോ ഇല്ലെന്നുള്ള ടെസ്റ്റ് എടുത്താൽ പോലും റിസൾട്ട് അവന് അനുകൂലമായിട്ടേ വരത്തുള്ളൂ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അവൻ ഓൾറെഡി അവൻ ലൈവിനകത്ത് പറയുന്നുണ്ട്, ഇത് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇവന്മാരിപ്പോ പിരിഞ്ഞു പോയിട്ട് എനിക്കൊന്ന് 3-4 മാസമായിട്ടുണ്ട്. അന്ന് തൊട്ട് ചിലപ്പോൾ ഇവൻ ഇന്ന് വരെ ഈ സാധനം കൈകൊണ്ട് തൊട്ടിട്ടുണ്ടാവില്ല. കാര്യം അറിയാം, ഇങ്ങനൊരു സാധനം വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ അലിഗേഷൻസ് ആയിട്ട് എന്റെ തലയിലോട്ട് വരും, അതുകൊണ്ട് ഇത് തുടരുത്. മേ ബി ആ ഒരു കോൺഫിഡൻസിന്റെ പുറത്തായിരിക്കണം അവൻ വന്ന് വെല്ലുവിളിക്കുന്നത്, ആര് തൊപ്പി വന്ന് വെല്ലുവിളിക്കുന്നത്. പിടികിട്ടിയ പിന്നെ പറയാനും പറ്റത്തില്ല. ഇവന്റെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ അവന്റെ വായി കിടക്കാൻ നാക്കാണ് അവന്റെ കോൺഫിഡൻസ്. അത് വെച്ചിട്ടും വേണമെങ്കിൽ വെല്ലുവിളിക്കാം. വാടാ വന്ന് ബ്ലഡ് എടുക്കടാ, ചെക്ക് ചെയ്യടാന്ന് അങ്ങനെ വെല്ലുവിളിക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് വിശ്വസിക്കുമല്ലോ, അവൻ അടിച്ചിട്ടില്ലെന്ന് വിശ്വസിക്കുമല്ലോ. നമ്മൾ ഇതിനു മുമ്പ് പല വെല്ലുവിളി കേട്ടിട്ടുള്ളല്ലോ, നമ്മുടെ ചേച്ചിയുടെ വെല്ലുവിളി ഓർമ്മയുണ്ടോ? ജവാൻ ആൻഡ് ജോയിന്റ് ഇമ്മാതിരി വെല്ലുവിളിയായിരുന്നു. അപ്പൊ ഷമീറിന്റെ ഒക്കെ കാര്യം അത് തന്നെയാണ്. ഇങ്ങനൊരു പ്രശ്നം വരും, അതുകൊണ്ട് ഇങ്ങനൊരു കോണ്ടന്റ് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പൊങ്ങി വരും, അതുകൊണ്ട് അടിക്കാതിരിക്കുക. അതിന്റെ പേരിലാണെന്ന് തോന്നുന്നു ഷമീറും അടിക്കാതിരുന്നത്. പിടികിട്ടിയോ? ഇതെല്ലാം കാൽക്കുലേറ്റഡ് ആണ് ഈ കാര്യങ്ങൾ ഇപ്പൊ നടക്കുന്നതെല്ലാം. പിന്നെ ഷമീർ ആൻഡ് മമ്മു ഓൾറെഡി അവർ കൺഫസ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ഈ സാധനം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. ആ ഒരു നട്ടല് അവന്മാര് കാണിച്ച്, അത് തൊപ്പിക്ക് എന്തായാലും ഇല്ല, അത് കാണിക്കത്തില്ല. നന്മമരം അവന്റെ നന്മനീർക്കുടം ഉടഞ്ഞു വീഴും അത് കാണിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് അപ്പം തൊപ്പി ചെയ്യാത്ത ആ ഒരു കാര്യം ഉമ്മാര് ചെയ്തിട്ടുണ്ട്. മൂത്രം കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. എന്ന് മൂത്രത്തിൽ കല്ലുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടല്ല, മറ്റേ അത് മിക്കവാറില്ല, അവൻ മൂത്രത്തിൽ കല്ലുണ്ട്, അതുകൊണ്ട് അവന് മൂത്രത്തിൽ കല്ലുണ്ട്. അന്നേരം ഈ സാധനം അതും ഒരു സാധ്യതയാണ് അവന് ഈ സർജറി, അന്നേരം ഈ സാധനം ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്നുണ്ടാവും. പിടികിട്ടിയോ? അത് ഇതൊക്കെ വെച്ചാടാ ഇവന് ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് ഇത് പറയുന്നത്, വന്ന് ചെക്ക് ചെയ്യടാന്ന് കാര്യം പിടികിട്ടിയ. അപ്പൊ ഏതാണ്ട് തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പം ഉമ്മാരെന്തായാലും ഉമ്മാരുടെ സാധനം കൊണ്ട് കൊടുത്തിട്ടുണ്ട്, ഐ മീൻ മൂത്രം കൊണ്ട് കൊടുത്തിട്ടുണ്ട്, ഈ സാധനം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊരു ഈ വ്ളോഗിന്റെ ഇടയിൽ ഈ ഷമീർ ആൻഡ് ഈ ജാസി ഉമ്മാരെ ഒരു ബസ്സിനകത്ത് കയറുകയാണ്. ഈ ബസ്സിനകത്ത് കയറിയ സമയത്ത് കുറെ പീക്കറി പിള്ളേർ, ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കി നിങ്ങൾ. ഈ പീക്കറി പിള്ളേരുടെ ഫേസ് ഞാൻ ബ്ലർ ചെയ്ത് വെക്കും കേട്ടോ. ബസ്സിൽ വെച്ചിട്ട് 3-4 ആൾക്കാരെ കിട്ടിയതാ. എന്താണ് അത്രേ ഉള്ളൂ. ഇവരെങ്കിലും ഇത് ആര്? ഇവരെങ്കിലും എന്ന് പറയുന്നത് ആര്? ഈ പീക്കറികള് അരി ഏതാ ഉറി ഏതാന്ന് അറിയാത്തവനൊക്കെയാണോ നിന്റെ സപ്പോർട്ട് ചെയ്തത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവർ ആ പിള്ളേർ പറയും ഇന്ന് രാത്രി തൊപ്പിയുടെ പൊളിക്കും, അനാൻഷാടെ പൊളിക്കും. ഇവന്മാരൊക്കെ ഇവന്റെയൊക്കെ ഈ ലൈവ് കുത്തിയിരുന്ന് 4-5 മണിക്കൂർ ഈ പീക്കറികൾ ഇരുന്ന് കാണുന്നത്. ഇത് സീരിയസ്ലി നമ്മുടെ വീട്ടിലെ വല്ല പിള്ളേരാണ് ചൂറിലെടുത്ത് ചന്തി അടിച്ച് പൊളിച്ചാണ് എല്ലാത്തിന്റെയും. പഠിച്ചില്ലെന്നേ ഉള്ളൂ. ഇവനൊക്കെ ഈ പീക്കറികൾ, ഇപ്പൊ ഈ കാണിച്ച പീക്കറികളൊക്കെ ഒരു കാലത്ത് തൊപ്പിയുടെ ഫാൻസ് ആയിരുന്നു. തൊപ്പിയുടെ വ്യൂവേഴ്സ് ആണല്ലോ ഈ ഷമീറിലോട്ട് സ്പ്ലിറ്റ് ആയി പോയേക്കുന്നത്. ഇവന്മാരൊക്കെ ഒരുമിച്ചിരുന്ന് അപരാധം കാണിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇത് കണ്ട് ആസ്വദിച്ചവന്മാരാണ് ഈ പീക്കറികള്. ഇവന്മാർക്കൊക്കെ എത്ര വയസ്സുണ്ടെന്ന് ആലോചിച്ച് നോക്ക് നിങ്ങള്. ഇത് കണ്ടിട്ടാണ് വളരുന്നത്. കുട്ടികളുടെ കയ്യില് എല്ലാത്തിൻ്റെ കയ്യിലുണ്ട് ഇപ്പൊ ഫോണ്. എന്റെ പൊന്ന് മാതാപിതാക്കളും ശ്രദ്ധിക്കും ഇവന്മാർ എന്തുവാണ് ഇരുന്ന് കാണുന്നതെന്ന്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് ഇവനൊക്കെ ലൈവ് വരുന്നത്, അതൊക്കെയാണ് ഇരുന്ന് കാണുന്നത്. നിങ്ങൾ ആ സമയത്ത് കിടന്ന് ഉറങ്ങുമായിരിക്കും. രാത്രി പിള്ളേർ ഫോണിനകത്ത് എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത് നിങ്ങൾ ചെക്ക് ചെയ്യാതിരുന്ന ഇതിലുള്ള പ്രശ്നമാണ് ഇതൊക്കെ. വഴിതെറ്റി പോകാൻ വേണ്ടിയിട്ട് ദൂരോട്ടൊന്നും പോകണ്ട, വീട്ടിൽ തന്നെ സാധനം കിട്ടും. എന്തിനാണ് കൂടുതൽ? ഇത് കഴിഞ്ഞിട്ട് ഷമീർ 1-2 കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊന്ന് വെക്കാവേ. ഈ തൊപ്പി എന്ന് പറഞ്ഞ ഇവനുണ്ടല്ലോ, ഇവന്റെ റിയൽ സ്വഭാവം കാണിക്കണം. കാരണം എൻ്റെ വീട്ടിലൊരു പെങ്ങളുണ്ട്, ഇവന്റെ വീട്ടിലൊരു പെങ്ങളുണ്ട്, നമുക്കും ഉമ്മയുണ്ട്, നമുക്കും ഈ പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ ബോധിപ്പിക്കാനെങ്കിലും നമുക്കിത് ചെയ്തേ പറ്റൂ. ഇങ്ങനെ അല്ലെങ്കിൽ അവരെങ്കിലും അറിയണം,
അവരെങ്കിലും അറിയണം ഇവൻ ഇങ്ങനെയുള്ളൊരു നാറിയായിരുന്നു. നാളെ ഒരു പെണ്ണോ ചെറിയ പെമ്പിള്ളേരോ ഇവൻ്റെ അടുത്ത് പോകുമ്പോൾ അറിയണം ഇവൻ ആരായിരുന്നു, ഇവന് എങ്ങനത്തോനാണെന്ന് നിങ്ങൾ അറിയണം. നമ്മൾ അവൻ്റെ കൂടെ നിൽക്കുന്നവരാണ്. ഷമീറെ, നീ ഇപ്പൊ പറഞ്ഞ കാര്യമൊക്കെ ശരി തന്നെ. തൊപ്പി എക്സ്പോസ് ആയതും വളരെ നല്ല കാര്യം. പക്ഷെ ഈ കാര്യങ്ങൾ നീ പറയുമ്പോൾ നീ സ്വയം ഒന്ന് വിലയിരുത്തി നോക്കണം. അവന്റെ കൂടെ നീ ഇരുന്ന് എന്തൊക്കെ കാട്ടായങ്ങളാണ് കാട്ടിക്കൂട്ടിയത്. മറന്നുപോയെങ്കിൽ ചെറിയൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇവന്മാരുടെ സ്ട്രീമിങ്ങിന്റെ ഇടയിൽ ഒമേഗകളിലൊക്കെ കയറിയിട്ട് ഈ പെൺപിള്ളേരോട് സംസാരിക്കുന്ന ഇടപാടുണ്ടല്ലോ, അതിന്റെ ഇടയിൽ ഷമീർ ആൻഡ് തൊപ്പി 2 പെൺകുട്ടികളോട് സംസാരിക്കുകയാണ്. അന്നേരം ഷമീറിന്റെ മുഖം നിങ്ങളത് ശ്രദ്ധിച്ചോണം ഈ ഇനി കാണിക്കാൻ പോകുന്ന വീഡിയോയിൽ. Yeah, Do you like the food and the people? I'm Kerala. I've been to Kochi. I've been to Tirupati 3 times. Oh, I'm in Kochi right now. സോ And ഇഡ്ഡലി 2 ഒപ്പം കാര്യം പറഞ്ഞേട്ടാ, ഇഡലി 2 അത് എന്താണോ ഇഡലി ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അവന്റെ കണ്ണ് നോക്കിക്കോ, എങ്ങോട്ടാണ് അവന്റെ കണ്ണെന്ന് നോക്കിക്കോ. And can I get your Instagram, Ananya? Why not? What happened? You don't like me? താഴെന്തോ വീണ്ടാ പെന്നാ പറ്റോ. എന്തിനാന്ന് മനസ്സിലായ? താഴെ എന്തോ വീണ് പെന്നോ മറ്റോ അങ്ങനെ പെണ്ണെടുക്കാൻ വേണ്ടിട്ട് കുനിയുമ്പോ. So you are not going to give me your Insta ID, right? മുത്തം തരം നോക്കി. I'm studying psychology. What? മുത്തം തരം നോക്കി. You are I'm studying literature and psychology. ഓ സൈക്കോളജി, ഐ ലൈക്ക് സൈക്കോളജി. അനന്യ, അപ്പം ഷമീർ നേരത്തെ പറഞ്ഞ പെങ്ങളും ഒക്കെ ഉള്ള ഷമീർ ഇപ്പൊ ഇതെന്താ കാട്ടിക്കൂട്ടിയത്? ഇതൊന്നും നിന്റെ പെങ്ങൾ കാണത്തില്ലേ? നിന്റെ വീട്ടുകാർ കാണത്തില്ലേ? നിന്റെ കണ്ണ് എന്താണ് പോകുന്നത്? നിന്റെ വായിന്ന് വരുന്ന വർത്താനം എന്താണ് അവന്റെ കൂട്ടിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? അതൊക്കെ മറന്നോ? ഈ രീതി പെരുമാറാനാണോ നിന്റെ വീട്ടുകാർ പഠിപ്പിച്ചത്? നീയും ഒരു കാലത്ത് തൊപ്പിയുടെ ഗ്യാങ് തന്നെ ആയിരുന്നല്ലോടാ. എല്ലാം ഒരു കുഴി തന്നെ, വലിയ മാറ്റമൊന്നുമില്ല. ഇമാതിരി ഉമ്മാരുടെ ലൈവാണ് പിള്ളേര് പാതിരാത്രി ഇരുന്ന് കാണുന്നത്. ഇതൊക്കെ കണ്ടിട്ട് ഇതിനകത്ത് ഇൻസ്പയർഡ് ആയിട്ട് ഈ പീക്രികൾ പോയിട്ട് സ്കൂളിൽ ഇത് പരീക്ഷ നോക്കിയാൽ അതിശയപ്പെടാനുണ്ടല്ലേ? അല്ലെങ്കിൽ പെൺകുട്ടികളടുത്ത് ഈ രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ പേരൻസ് എന്ന നിലയിൽ നിങ്ങൾക്ക് എന്ത് തേങ്ങാക്കൊല ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ ഷമീർ കൂടുതൽ അങ്ങ് പുണ്യാളെന്നൊന്നും ആദ്യം വേണ്ട. തൊപ്പി പിഴയാണ്, നീയും പിഴയാണ്. അപ്പം ഈ അമ്മയുടെയും പെങ്ങളുടെയൊക്കെ കാര്യങ്ങൾ ബാക്കിയുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു നെറി ഉണ്ടെന്ന് പറയാം. നിനക്കത് പറയാനുള്ള യോഗ്യതയില്ല. അതുകൊണ്ട് ഷമീർ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാതിരിക്കാൻ നല്ലത്. പിന്നീട് ഇവന് ഇത് കാരണം, ഈ ഇഷ്യൂ കാരണം കുറെ നഷ്ടങ്ങൾ ഉണ്ടായ കാര്യം കണക്കുകൾ പറയുന്നുണ്ട്. അതൊന്ന് കേൾക്കാവേ. അവരടക്കം പോയി, മനസ്സിലായി? ആർക്കും എന്താ സംഭവം അറിയില്ലടാ, അറിയില്ല. അടുക്ക് ഈ തെറിയും വിളിച്ചിട്ട് പോയി. പിന്നെ എൻ്റെ ഒരു കല്യാണത്തിൻ്റെ കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ടായിരുന്നു. അത് മിക്കവാറും തീരുമാനമായി. അത് തീരുമാനമായി. എങ്ങനെയാടാ ഉറങ്ങാൻ തോന്നുക? അത് തീരുമാനമായി. പിന്നെ ഉപ്പയും ഉമ്മയും വിളിച്ച് വീട്ടിലേക്ക് കയറണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജീവിതം ഈ പറഞ്ഞ പോലെ കരയാൻ പോലും പറ്റൂല. ഒരു നമ്പായ അവസ്ഥ ഉണ്ടല്ലോ, അതിലാന്നുള്ളത്. തെളിയിക്കണം, അതും തെളിയിക്കണം. ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ കേസ് തന്നെ കൊടുക്കും. ഇത്രയും ഫേക്ക് അലിഗേഷൻ, എൻ്റെ പെങ്ങളെ കല്യാണം, ഇതെല്ലാം മുടങ്ങി കിടക്കും. നീ നാറി കാരണം, മനസ്സിലായോ? സ്വന്തം കല്യാണം മുടങ്ങി, പെങ്ങടെ കല്യാണം മുടങ്ങി, വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കി. ഒരുപാട് കോംപ്ലിമെന്റ് കിട്ടുന്നുണ്ടല്ലോടാ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ. ഇതൊക്കെ നീ സെന്റിമെന്റ്സ് ഇറക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണോ എന്നറിയില്ല. എന്താണെങ്കിലും നിന്റെ നമ്പർ 1 ഉത്തരവാദി നീ തന്നെ. നിന്റെ ഈ നഷ്ടത്തിന്റെ മെയിൻ റീസൺ നീ തന്നെയാണ്. തൊപ്പിയൊക്കെ രണ്ടാമത് വരും. ഇത്രയല്ലേ കിട്ടിയോളൂ എന്ന് വിചാരിച്ച് ആശ്വസിക്കുക. നിന്റെ കയ്യിലൊരു ഒന്നും അല്ല കിട്ടണ്ട, ഇതിന്റെ അപ്പുറം കിട്ടണം. മിക്കവാറും പുറകെ വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. സോ മേടിച്ച് കൂട്ടുക. ഓക്കെ, ഇപ്പൊ ഷമീറിന്റെ കറണ്ട് സിറ്റുവേഷനെ പറ്റി സംസാരിക്കാം. ഇപ്പൊ എല്ലാ ദിവസവും രാത്രിയിൽ കിക്കിനകത്ത് ലൈവ് വരുന്നുണ്ട് ഷമീർ. ഇവന്മാര് സ്ട്രീം ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് കിക്ക് എന്ന് പറയുന്നത്. അതിനകത്ത് എന്തോ 2 മണിക്കൂർ എങ്ങാണ്ട് സ്ട്രീം ചെയ്ത് കഴിഞ്ഞാൽ 2000 പേര് വാച്ചിങ് ഉണ്ടെങ്കിൽ ഏതാണ്ട് 35,000 രൂപ കിട്ടുമെന്ന് ഇവൻ തന്നെ പറയുന്ന ഒരു വോയിസ് തൊപ്പി ഫസ്റ്റ് ലൈവിൽ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടായിരിക്കണം ഇവന്മാര് കിക്കിനകത്ത്, യൂട്യൂബിനകത്ത് ലൈവ് ചെയ്ത ഒരു മണ്ണാങ്കട്ട കിട്ടാമെന്ന് പോത്തില്ല. കിക്കിനകത്ത് 2000 പേര് വാച്ചിങ് ഉണ്ടെങ്കിൽ നല്ല പൈസ കിട്ടും, മനസ്സിലായ? പിന്നെ കേസൊക്കെ നടത്തണമല്ലോ, അതുകൊണ്ടായിരിക്കണം കിക്കിനകത്ത് ഇപ്പം എല്ലാ ദിവസവും ലൈവ് വരുന്നുണ്ട്. എങ്ങാണ്ട് ഒളിച്ചിരുന്നിട്ടുള്ള പരിപാടി എന്തോ ആണ്. ഞാൻ ആ വീഡിയോ ഒന്ന് വെക്കാം. ഞാൻ എന്നെ പിടിക്കുന്നവരെ ഞാൻ എല്ലാ ദിവസവും രാത്രി 10 മണിക്ക് ഒരു ലൈവ് ഉണ്ടാവും. ഒന്നിക്ക് ഇപ്പൊ പിടിക്കും, അല്ലെങ്കിൽ നാളെ പിടിക്കും, എപ്പാന്നറിയില്ല. പിടിക്കുന്നവരെ ലൈവിൽ തന്നെ പിടിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. നീ ആരടാ ലൈവിൽ തന്നെ പിടിക്കും? ഇതിലാണല്ലോ ഇതെല്ലാം ഇതായത്. അപ്പൊ ഇതിൽ തന്നെ തീരട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ എന്നെ എന്തായാലും പിടിക്കും, അതെനിക്ക് ഉറപ്പാ. എല്ലാരും പോയി മനസ്സിലായ? എല്ലാരും ഓടി. ഈവനും കൊണ്ട് ഉള്ള എല്ലാരും ഓടി, മനസ്സിലായ? ഞാനും ഓടി, മമ്മു ഓടി, ജാസു ഓടി, എല്ലാരും ഓടി. കാരണം അല്ലെങ്കിൽ നമ്മളെ പിടിച്ചിട്ടിട്ട് നമ്മളെ ഇതിന്റെ ഇതാക്കിയിട്ട് ബാക്കി എല്ലാരും നമ്മളെ ഒരാളെ പിടിച്ചിട്ട് നമ്മളാന്ന് പ്രതികൾ എന്ന് പറഞ്ഞിട്ട് ബാക്കി ഈ പറഞ്ഞ എക്സ്പോസ് ചെയ്ത അവരെല്ലാം പൈസയും ഉണ്ട്, അവരെല്ലാം വേണ്ട ഇൻഫ്ലുവൻസും ഉണ്ട്, ഇതുകൊണ്ട്. ഷമീർ
ആൻഡ് ടീം ഒളിവിലാണ്. കിക്കിനകത്താണ് ലൈവ് വന്നേക്കുന്നത്. നമുക്ക് ഒരു കിക്ക് ലൈവ് സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്താലോ ഗൈസ്? എന്ത് പറയുന്നു? കാണാൻ ആളുണ്ടാവുമോ? കിക്ക് എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു ആപ്പ് പോലത്തെ ഒരു സംഭവമാണ്. അത് സെപ്പറേറ്റ് ആപ്പാണ്, യൂട്യൂബിൽ കിട്ടൂല. അവിടെ ലിങ്ക് വെച്ചിട്ട് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നതാണ്. സോ വേണമെങ്കിൽ ഒന്ന് പറയട്ടോ, വേണമെങ്കിൽ നമുക്കും തുടങ്ങാം, പൈസ കിട്ടുന്ന പരിപാടിയില്ലേ. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കിക്കും നമ്മളൊരു ലൈവ് തുടങ്ങുന്നതിനെ പറ്റി? എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നൊന്നുമില്ല. എനിക്ക് ഇങ്ങനെ ഇരുന്ന് വലിച്ചിട്ട് സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. എനിക്കിങ്ങനെ പറഞ്ഞ സാധനം പറയുക പോവുക, ഇതാണ് എൻ്റെ ഒരു പരിപാടി. ഓക്കെ, അപ്പം എന്താണെങ്കിലും അതിനെപ്പറ്റിയുള്ള ഒരു അഭിപ്രായം താഴെ പറ. അപ്പോൾ ഇവന്മാരുടെ ഒരു കാര്യത്തിലോട്ട് വരാം. അപ്പോൾ ഒളിവിലിരുന്നാണ് ലൈവ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേസൊക്കെ വരുമില്ല, ഇപ്പം കുറേ കേസ് ഉണ്ടല്ലോ, നടത്താൻ പൈസ വേണ്ടേ. അപ്പോൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക, അതാണ് പരിപാടി. പിന്നെ കിക്കിലാകുമ്പോൾ കോപ്പി റേറ്റും കിട്ടത്തില്ല, അതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു ഗുണം. ഇപ്പോൾ യൂട്യൂബിനകത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നും എടുത്ത് പ്ലേ ചെയ്യാനൊന്നും പറ്റത്തില്ല, കോപ്പി റേറ്റ് അടിച്ച് കൈ തരും. അതിനകത്താകുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പോലീസിനൊക്കെ പൊക്കാനാണെങ്കിൽ ഇവനൊക്കെ സുഖമായിട്ട് പൊക്കാം. പിന്നെ ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് പറയുന്നുണ്ട്, ക്യാഷ് ഉള്ളവൻ, ഇൻഫ്ലുവൻസ് ഉള്ളവൻ, പിടിപാടുള്ളവൻ. എടാ നീ സെന്റിമെന്റ്സ് വർക്കൗട്ട് ആക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ പറയുന്നത്. എടാ മസ്തകം നോക്കി നല്ല അടി അടിച്ചു കഴിഞ്ഞാൽ ഏത് ആനയും വീഴും. അടിക്കാൻ അറിയണം. പക്ഷെ ഇത് നീ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ കറിക്കകത്ത് കടുകിടുന്നതിൻ്റെ കൂട്ട് ഇൻഫ്ലുവൻസ് ഉണ്ട്, ക്യാഷ് ഉണ്ട്, നമ്മുടെ കയ്യിലൊന്നുമില്ല ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഒരു സെന്റിമെന്റ്സ് ഇറക്കിയിട്ട് ആളുകളെ ഇതാക്കുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പം പറഞ്ഞു വന്ന ഇവൻ്റെ കാര്യം കട്ടപ്പൊക്കെയാണെന്നാണ് തോന്നുന്നത്. എല്ലാം ഫ്രോഡുകൾ. ഇപ്പം കേരളക്കാരൊക്കെ ഇനി അറിയേണ്ട ഒരേ ഒരു കാര്യം, ഈ കൂട്ടത്തിൻ്റെ ഏറ്റവും വലിയ ഫ്രോഡ് ആരാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഉടനെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതലൊന്നും പറയാൻ നിൽക്കുന്നില്ല. അപ്പം ശരി, ബൈ.